നിർണായകമായ മറ്റൊരു നിയമനിർമ്മാണത്തിന് കൂടി തയ്യാറെടുക്കുകയാണ് ഭാരതം. ഒട്ടനവധി ഒരുപക്ഷെ രാഷ്ട്രത്തിൻ്റെ ഭാവിയും രാഷ്ട്രത്തിൻ്റെ വളർച്ചയും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും ഒക്കെ നിർണയിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു പുതിയ ദിശ നൽകുന്ന പുതിയ വേഗം നൽകുന്ന ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ കണ്ടു. കാലത്തിനൊപ്പിച്ച് ലോകത്തിൻ്റെ പാതയിലേക്ക് ലോകത്തിൻ്റെ അതേ വേഗത്തിൽ കുതിക്കാൻ ഭാരതം ഒരുങ്ങുമ്പോൾ മുൻനിരയിലേക്ക് തന്നെ കുതിക്കുമ്പോൾ മറ്റൊരു സുപ്രധാനമായ നിയമനിർമ്മാണമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ ബില്ല് ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ബില്ല് അയച്ചേക്കുമെന്നും സൂചനയുണ്ട്. രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ സമ്മേളനവും ഉടൻ വിളിക്കും. രാഷ്ട്രീയ പാർട്ടികളുമായി JPC ചർച്ച നടത്തും. ഐസൻ ജോസ് ചേരുന്നു. അതിനു മുമ്പ് ആ വാർത്തയൊന്ന് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രൂപീകരിച്ചിരുന്നു. സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ചു. വൈകാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ശൈത്യകാല സമ്മേളനത്തിലോ ബജറ്റ് സമ്മേളനത്തിലോ ബിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചകളും അഭിപ്രായ രൂപീകരണവും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അഥവാ JPCയുടെ ഭാഗമായി നടക്കും. നിയമസഭയുടെയും പാർലമെന്റിന്റെയും കാലാവധി സംബന്ധിച്ച ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് നിയമം നടപ്പാക്കുന്നതിന് അനിവാര്യമാണ്. നിയമസഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന 172 അനുച്ഛേദവും പാർലമെന്റിന്റെ കാലാവധി നിശ്ചയിക്കുന്ന 83 അനുച്ഛേദവും ഭേദഗതി ചെയ്യേണ്ടി വരും. രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ സമ്മേളനം വിളിച്ചായിരിക്കും ബിൽ സംബന്ധിച്ച വിശദീകരണം നൽകുക. ആദ്യഘട്ടത്തിൽ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവയും ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം. നാഷണൽ ഡെസ്ക്, ജനം. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എത്ര സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു നിയമനിർമ്മാണം? എന്തൊക്കെ നേട്ടങ്ങളാണ് രാഷ്ട്രത്തിന് ഉണ്ടാകുന്നത്? എത്ര വേഗത്തിൽ ഇത് നടപ്പാക്കാനാവും? പ്രദീപ്, ഇത് വലിയ നേട്ടമുള്ള ഒരു സംഗതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് തന്നെ നമ്മളുടെ കേരളത്തിലെ അനുഭവം വെച്ച് തന്നെ പരിശോധിച്ചാൽ 91 തെരഞ്ഞെടുപ്പ് നടത്താൻ EK നായനാർ സർക്കാർ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുക, എന്നിട്ട് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വലിയ ചെലവ് ഒഴിവാക്കുക, 2 തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായി നടത്തുന്നതിൻ്റെ വലിയ ചെലവ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. 87-ലെ സർക്കാർ 91 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അപ്പോൾ 4 വർഷം മാത്രമാണ് തികഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് അടിസ്ഥാന കാരണം വലിയൊരു ചെലവ് 2 വർഷത്തിന് 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് ഒഴിവാക്കുക എന്നൊരു നിലപാടായിരുന്നു. അത്തരത്തിലുള്ള വലിയ ചെലവാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഭീമമായ ചെലവാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഒരു പോളിംഗ് ബൂത്ത് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. പോളിംഗ് അസിസ്റ്റൻ്റ് ഉണ്ടാവും, പോളിംഗ് ഓഫീസർ ഉണ്ടാവും, പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടാവും. അത്തരത്തിൽ വലിയൊരു സംവിധാനം സഞ്ചരിച്ച് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു സംവിധാനമുണ്ട്. അത്തരത്തിൽ വലിയൊരു ഡ്യൂട്ടി, അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രഖ്യാപിക്കുന്ന ആ നിമിഷത്തിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ ഗവൺമെൻറ് മിഷനറി മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സിസ്റ്റമായി മാറുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായും പല പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ട സാഹചര്യമെല്ലാം തന്നെ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ഒരു മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ വൻ പുരോഗതി നേടുന്ന ഒരു രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെയൊക്കെ മന്ദീഭവിപ്പിക്കുന്നതിനെ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടാകുമ്പോൾ പ്രഖ്യാപനങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒരു പിന്നോട്ടടിക്കുന്ന ചില പ്രശ്നങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വലിയൊരു ജനാധിപത്യത്തിലെ വലിയ ജനസംഖ്യയുള്ള രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വലിയ ബാധ്യത ഉണ്ടാക്കി വയ്ക്കും എന്നൊരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു രീതിയിലേക്ക്, ഒരു ആശയത്തിലേക്ക് പോയത്. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനപരമായി ഈ ഇത് നടപ്പാക്കുമ്പോൾ പ്രധാനമായും നിരവധി വിഷയങ്ങളുണ്ട്. രാജ്യസഭയും ലോക്സഭയും അതുപോലെ നിയമസഭകളും ചേർന്ന നിയമനിർമ്മാണ സംവിധാനമാണ് ഭാരതത്തിലുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും മാത്രമാണ് സഭയ്ക്ക് കാലാവധിയുള്ളത്. മറ്റേ രാജ്യസഭയാണെങ്കിൽ അത് അംഗങ്ങളുടെ കാലാവധിയാണ്, 6 വർഷം തികയുന്ന അംഗങ്ങൾക്കാണ് കാലാവധി. എന്നാൽ ലോക്സഭയിലും നിയമസഭയിലും അത് സഭയുടെ കാലാവധിയാണ്. ഈ സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ്. നിയമസഭയുടേതാണെങ്കിൽ അത് 172 അനുച്ഛേദവും അതുപോലെ തന്നെ
ലോക്സഭയുടേതാണെങ്കിൽ അത് 82-ാം അനുച്ഛേദവുമാണ്. ഇത്തരത്തിൽ ഈ 2 അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് ചില നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടി വരും. അതായത് ഈ 5 വർഷം കാലാവധി ഡിക്ലെയർ ചെയ്യുന്നിരിക്കുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാകുമ്പോൾ ആ കാലാവധി ഇത്ര കൊണ്ട് കുറയുന്നതിൽ നിയമപരമായോ അല്ലെങ്കിൽ ഭരണഘടനാപരമായോ പ്രശ്നങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി വേണ്ടി വരും. അവിടെ നിന്ന് തന്നെ ഭരണഘടനാ ഭേദഗതി മുതൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു വിവിധങ്ങളായ നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കേണ്ടി വരും. അതിന് അടിസ്ഥാനപരമായ ഒരു നിയമനിർമ്മാണമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിയമനിർമ്മാണം. നമുക്കറിയാവുന്നതാണ്, മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ പ്രത്യേക സമിതി ഇക്കാര്യം പരിശോധിച്ചിരുന്നു, ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു. ആ ഒരു കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് ഇന്നലെയാണ് ഗവൺമെൻറ് ക്യാബിനറ്റ് അംഗീകരിക്കുകയും ചെയ്തത്. ക്യാബിനറ്റ് അംഗീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഈ നിയമം പാർലമെൻറ്റിൽ, അതായത് നിലവിലെ ശൈത്യകാല സമ്മേളനത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിലോ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ബില്ലിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾ വേണ്ടിവരും. ഒരു കൺസെൻസസ് വ്യാപകമായി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടി JPC-യുടെ ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനവും നിർണായകവുമായ കാര്യം എടുത്തു പറയുന്നത് നിയമസഭാ സ്പീക്കർമാരുടെ സമ്മേളനം വിളിക്കുമെന്നാണ്. നിയമസഭാ സ്പീക്കർമാരുടെ സമ്മേളനം വിളിച്ച് ഏത് രീതിയിലാണ് ഈ ബില്ല് സംബന്ധിച്ച മുന്നേറ്റം അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നിയമസഭകൾ സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മാറ്റത്തിലേക്ക് കളമൊരുക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ബാധ്യത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു ബാധ്യത പരമാവധി കുറയ്ക്കുന്നതിനും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കുന്നതിനുമുള്ളൊരു നീക്കമാണ് ഉണ്ടാവുക. പ്രാഥമികമായി നിയമസഭകളിലേക്കും അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കുമാണ്, ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് ഒരുമിച്ച് നടത്താനുള്ളൊരു നീക്കം നടക്കുന്നത്. പ്രധാനമായി അത് എടുത്തു പറയേണ്ടത് അത് നിയമനിർമ്മാണ സഭകളാണ്. മറ്റെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളുമായതിനാൽ തന്നെ ഈ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകളുടെ ആ ഒരു കാലാവധി നിശ്ചയിക്കുന്നത് അടിയന്തരമായി ഒരേ സമയം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് നിയമനിർമ്മാണ സഭകളുടെ തെരഞ്ഞെടുപ്പുകൾ ആദ്യം, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും തെരഞ്ഞെടുപ്പുകൾ ആദ്യം ഒരൊറ്റ തവണയായി നടത്തുകയും പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ സംവിധാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക എന്നതാണ് മറ്റൊരു ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പണി. ആ ജോലികളെല്ലാം തന്നെ പിന്നീട് നടപ്പാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാവുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നു. ലോകത്തിൻ്റെ തന്നെ മാതൃകയായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരമൊരു നീക്കങ്ങൾ നടത്തുമ്പോൾ ഏറെ കൂടിയാലോചനകളും ഏറെ സമയമെടുക്കും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ഈ BJP-യുടെ പ്രഖ്യാപനം, അതായത് ഒരു രാഷ്ട്രീയ തലത്തിൽ രാഷ്ട്രീയമായ പ്രഖ്യാപനം എന്ന രീതിയിൽ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പരിശോധിക്കുമ്പോഴും നിർണായകമായൊരു നീക്കമായി തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു നേട്ടമായി തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തെ കണക്കാക്കേണ്ടത്. പ്രദീപ്. ഓക്കെ, ശരി.